ഇനിയും ഇങ്ങനെ കയ്യും കാലും ഒക്കെ പാച്ച് വർക്കായിട്ട് വീട്ടിൽ കയറി വന്ന സത്യമായിട്ട് ഞാൻ മിണ്ടില്ലാട്ടോ കണ്ണേട്ടാ. രാത്രിയിൽ സിത്തുവിൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ച് കളിച്ച് പരാതിയുടെ കെട്ടഴിക്കുകയായിരുന്നു സച്ചു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലല്ലോ പെണ്ണെ, ഒരുമിച്ച് അത്ര പേര് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ സ്പൈഡർമാനും സൂപ്പർമാനും ഒന്നും അല്ലല്ലോ, സാധാ മനുഷ്യനല്ലേ. ഇനി നീ കൂടെ എന്നെ കുറ്റപ്പെടുത്താതെ. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കണ്ണേട്ടാ. എന്നും വരുന്ന സമയത്ത് ഏട്ടൻ വരാഞ്ഞപ്പോൾ ഞാനും വിച്ചുവും എത്ര പേടിച്ചു എന്നറിയോ. വിച്ചു ആരൊക്കെയോ വിളിച്ചു. പാതിരാത്രിയിൽ പിന്നെ ദിക്കൂട്ടം വന്നു. രാത്രി 2 മണിക്ക് ഒരു കാറ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടൻ വന്നതായിരിക്കുമെന്ന്. പക്ഷേ അവിടെയും എൻ്റെ പ്രതീക്ഷയെല്ലാം പോയി. ആ രാത്രിയിൽ വന്നത് കിച്ചുചേട്ടനും ആദിചേച്ചിയും. കിച്ചുചേട്ടൻ ഇവിടെ ഒരു മിനിറ്റ് പോലും നിന്നില്ല. തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ നിൻ്റെ കണ്ണേട്ടനും കാണുമെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത്. ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നാൽ മതി എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ വന്ന കോലം കണ്ടപ്പോൾ സച്ചുവിൻ്റെ തലയിൽ തലോടി സിദ്ധു ചോദിച്ചതും അവൾ ഒന്നുകൂടി അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കണ്ണേട്ടാ. ഏട്ടനെ ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ. ബാക്കി പറയാതെ അവനിലുള്ള പിടി ഒന്നുകൂടി അവൾ മുറുക്കി. അതിലുണ്ടായിരുന്നു കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് സച്ചു എത്രമാത്രം പേടിച്ചു എന്ന്. ആരാ കണ്ണേട്ടാ എൻ്റെ ഏട്ടനോട് ഇത്ര ശത്രുത? നമ്മൾ ആരോടും ഒരു വഴക്കിനും പോകുന്നില്ലല്ലോ, പിന്നെയും എന്തിനാ? എൻ്റെ പൊന്നു മോളെ, നീ അത് ഇതുവരെ വിട്ടില്ലേ? ആരായാലും അവർക്ക് എന്നോട് ട്രൂ ലവ് ആയിരുന്നു. എന്തായാലും കോഴ്സ് തീരാൻ ഇനി 8 മാസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർക്കുള്ള ലവ് ഞാൻ വീതം വെച്ച് കൊടുക്കുന്നതായിരിക്കും. തൽക്കാലത്തേക്കുള്ളത് കിച്ചുചേട്ടൻ പോയി കൊടുത്തു കാണും, അതെനിക്ക് ഉറപ്പാണ്. നീ വെറുതെ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. നിനക്ക് ടെൻഷൻ അടിക്കാനുള്ള വക ഞാൻ തരാം. എന്ത്? അടുത്ത ആഴ്ച മുതൽ ഒരു 2 മാസത്തേക്ക് ശ്രുതി നമ്മുടെ കൂടെയാണ്. ശ്രുതിയെ നിനക്ക് ഓർമ്മയില്ലേ? എൻ്റെ കൊച്ചച്ഛൻ്റെ മോള്. 2 മാസം ലേറ്റായെങ്കിലും അവൾ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതിനെന്തിനാ ഇവിടെ വരുന്നത്? അവരുടെ വീട്ടിൽ നിന്ന് കോളേജിൽ വന്നാൽ പോരെ? പറ്റില്ല. കൊച്ചച്ഛനും കൊച്ചമ്മയും കുറച്ച് ദിവസത്തേക്ക് ദുബായിലേക്ക് പോയി, അവിടെ കുഞ്ഞമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ ശ്രുതിമോള് അവിടെ ഒറ്റയ്ക്കാകില്ലേ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അവൾ നിങ്ങളുടെ ക്ലാസ്സിലാണ്. ഏട്ടൻ്റെ അനിയത്തിയല്ലേ, വരട്ടെ. അതിന് ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാമല്ലോ. അവള് കുഞ്ഞമ്മയുടെ പോലെ ഒരു പ്രത്യേക സ്വഭാവമാണ് സച്ചു. എനിക്ക് ഒന്നും പറയാനും പറ്റില്ല. ഏട്ടനൊന്നും പറയണ്ട. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ വീച്ചു തിരിച്ചു പറയും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ കണ്ണേട്ടൻ? മണി 12 പെണ്ണെ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ചോദിക്ക് നീ. കണ്ണേട്ടന് ഒരിക്കലും അച്ഛനെയും അമ്മയെയും മിസ് ചെയ്തിട്ടില്ലേ? അവരുടെ പ്രസൻസ് വേണമെന്ന് തോന്നിയിട്ടില്ലേ ഇത്ര വർഷത്തിനിടയിൽ? സമയം ഒരുപാടായി, കിടക്കുന്നില്ലേ കിച്ചുവേട്ടാ? കട്ടിലിൻ്റെ ഒരു സൈഡിലിരുന്ന് അച്ചു ചോദിച്ചതും കിച്ചു ലാപ്പ് ഓഫാക്കി സൈഡിലെ ടേബിളിൽ വെച്ചു. കുറേ വർക്കുണ്ടായിരുന്നു പെണ്ണെ. മക്കളിന്ന് വാശി കാണിച്ചില്ലേ? ഇല്ല, ഇന്ന് യാത്ര ചെയ്ത് വന്നതല്ലേ, അതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ നേരത്തെ ഉറങ്ങി. ഞാൻ അവരെ ബേബി ബെഡിൽ കൊണ്ട് കിടത്തിയതൊന്നും ഏട്ടൻ അറിഞ്ഞതേ ഇല്ലല്ലോ. കാര്യമായ ജോലിയിലല്ലേ. ആർക്കിട്ടാണ് പണി കൊടുത്തത്? സത്യമായിട്ട് പറഞ്ഞു. ആർക്കും പണിയൊന്നുമില്ല. പ്രതാപ് അസോസിയേറ്റ്സ് ആയിട്ടുള്ള ഡീലെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി ഇന്ദീവരം ഗ്രൂപ്പായി അവർക്ക് ഒരു ബന്ധവുമില്ല. ആഹാ, അടി കിട്ടിയത് അനിയനും പണി കൊടുക്കുന്നത് ചേട്ടനും. ഇത് കൊള്ളാലോ. അവരുടെ കമ്പനി അല്ലെങ്കിലും മുങ്ങാറായി കിടക്കുമല്ലേ. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ കിച്ചുവേട്ടാ? ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതാണ് ശരിയച്ചു. ഇനി നീ മാറ്റാൻ പറഞ്ഞാലും ഞാൻ മാറ്റില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച അച്ഛനും മോനും കൂടി എൻ്റെ സിത്തുവിനെ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ആ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? വിച്ചുവും സച്ചുവും അവനിൽ ചുറ്റിയാണ് അവരുടെ ലോകം. അവർക്ക് പിന്നെ ആരുണ്ട്? വിച്ചു വിളിച്ചപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി പോയി എനിക്ക്. രാത്രി അർജുവിൻ്റെ ഫോൺ വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവന് ഒന്നും പറ്റരുത് എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. റൂമിൽ തലയിലും കയ്യിലും എല്ലാം കെട്ടായി കിടക്കുന്നത് കണ്ടപ്പോൾ നെഞ്ച് തകർന്നു പോയി പെണ്ണെ. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ആരെയും മയക്കുന്ന പുഞ്ചിരി ഉണ്ടായിരുന്നു. 2 ദിവസം അവിടെ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ
ചെക്കൻ അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലുള്ളവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ വന്നു അവൻ്റെ മറുപടി. അവൻ്റെ സച്ചുവിന് അവൻ അങ്ങനെ കിടക്കുന്നത് സഹിക്കാൻ പറ്റില്ല. പിന്നെ വിച്ചു ആയുഷിനെ എന്തെങ്കിലും ചെയ്യും പോലും. അതുപോലെ ആ ഡാഷ് ആയുഷിനെ അവൻ്റെ അച്ഛനെയും കിടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിനും ഉണ്ടായിരുന്നു ന്യായം. അങ്ങനെ ചെയ്താൽ പിന്നെ അവനും അവരും തമ്മിൽ വ്യത്യാസം എന്താ എന്ന്. ഒരു വഴക്കും വേണ്ട കിച്ചു ചേട്ടാ എന്ന്. അല്ലെങ്കിലും അവൻ പണ്ടും അങ്ങനെ തന്നെയാണ്, എല്ലാം സഹിച്ചും ക്ഷമിച്ചും. ആകെ അവൻ വയലൻ്റായി ഞാൻ കണ്ടിട്ടുള്ളത് വിച്ചുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. വിച്ചുവിനെ ആരൊന്ന് നുള്ളി നോവിക്കുന്നത് പോലും അവൻ സഹിക്കില്ല. ജനിച്ചപ്പം മുതൽ കാണാൻ തുടങ്ങിയതല്ലേ ഞാൻ അവനെ. ജനിച്ചപ്പം മുതലോ? അച്ചുവളുടെ സംശയം മറച്ചു വെച്ചില്ല. അതെ, ജനിച്ചപ്പം മുതൽ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? അവൻ്റെ അച്ഛൻ വിശ്വനാഥ്, എൻ്റെ വിശ്വച്ചൻ. അച്ഛനും വിശ്വച്ചനും ഭയങ്കര കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും അവരുടേതായിട്ടുള്ള ബിസിനസ് തുടങ്ങി. അപ്പോഴും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളലും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീടുകൾ തമ്മിലും വലിയ അകലമില്ല, നടന്നു പോകാനുള്ള ദൂരം മാത്രം. രേണു അമ്മയും എൻ്റെ അമ്മയും തമ്മിൽ നല്ല കൂട്ടായിരുന്നു. സിദ്ധു വന്നപ്പോൾ എനിക്ക് അനിയനെ കിട്ടിയ പോലെയായിരുന്നു. അവനെ കളിപ്പിച്ചും കൊഞ്ചിച്ചുമൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ സമയം കളയും. പിന്നെ വിച്ചുകൂടി വന്നപ്പോൾ സിദ്ധു എന്ത് ഹാപ്പിയായിരുന്നു എന്നറിയോ നിനക്ക്? അപ്പോഴാണ് അമ്മയുടെ മരണം. അതെനിക്ക് വലിയ ഷോക്കായി. അച്ഛൻ എന്നെയും കൊണ്ട് തറവാട്ടിലേക്ക് പോയി. വിശ്വച്ചനും രേണു അമ്മയ്ക്കും നല്ല സങ്കടമായിരുന്നുവെങ്കിലും എൻ്റെ അവസ്ഥ അതായിരുന്നു. സിദ്ധു പിന്നെ കുഞ്ഞല്ലേ, അവനതൊന്നും തിരിച്ചറിയാനുള്ള പ്രായമല്ലായിരുന്നല്ലോ. കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ച് താമസം മാറി. അപ്പോഴേക്കും ഞാൻ എല്ലാവരിൽ നിന്നും കുറേ അകന്നു. സിദ്ധുവിന് അപ്പോഴും അവൻ്റെ കിച്ചുചേട്ടൻ എന്നാൽ ജീവനായിരുന്നു. പിന്നെ ഞാൻ കാരണം അവനും ഒന്നും പറ്റരുത് എന്നൊക്കെയുള്ള എൻ്റെ അപ്പോഴത്തെ ഒരു ബുദ്ധിക്ക് ഞാൻ അവനുമായി ഒരു അകലം പാലിച്ചു. പക്ഷേ അപ്പോഴും സ്കൂളിൽ വെച്ച് എൻ്റെ തല കണ്ടാൽ അവൻ ഓടി വരും, കിച്ചുചേട്ടാ എന്ന് പറഞ്ഞ്. വിശ്വച്ചനും രേണുവമ്മയും പോയത് ഒരു ആക്സിഡൻറ്റിലാണ്. ആദ്യം അച്ഛന് സംശയമുണ്ടായിരുന്നു, ഇനി ശത്രുക്കൾ ആരെങ്കിലും ആണോ എന്ന്. അങ്ങനെ അച്ഛൻ കുറേ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി ആക്സിഡൻറ്റ് തന്നെയാണെന്ന്. വിശ്വച്ചൻ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതാണ് കാരണം. അവൻ്റെ അച്ഛൻ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ടാണ് സിദ്ധു ഇപ്പോഴും വിച്ചുവിന് വണ്ടിയെടുക്കാൻ സമ്മതിക്കാത്തത്. അവന് പേടിയാണ്, ഇനി അനിയന് കൂടി എന്തെങ്കിലും പറ്റുമോ എന്ന്. വിശ്വച്ചൻ്റെയും രേണുവമ്മയുടെയും മരണശേഷം അച്ഛൻ കുറേ നോക്കിയതാണ് സിദ്ധുവിനെയും വിച്ചുവിനെയും ഇവിടെ നിർത്താൻ. പക്ഷേ അവൻ്റെ കൊച്ചച്ഛൻ സമ്മതിച്ചില്ല. കൊച്ചച്ഛനുള്ളപ്പോൾ അവർ വേറെ എവിടെയും നിൽക്കണ്ട എന്ന്. ആലോചിച്ചപ്പോൾ അതും ശരിയാണ്. സ്വന്തം അച്ഛൻ്റെ അനിയനല്ലേ, ഞങ്ങൾ ബന്ധുക്കൾ പോലുമല്ല. എല്ലാ മാസവും അച്ഛൻ അവരെ കാണാൻ അവിടെ പോകും. ഞാനങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. എനിക്കെന്തോ അവനെ കാണുമ്പോൾ വിഷമം വരും. പിന്നെയെന്ന് സ്കൂളിൽ വെച്ച് കാണാറുണ്ടായിരുന്നല്ലോ. അച്ഛൻ്റെ മുന്നിൽ ഒരിക്കൽ പോലും അവനവൻ്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടില്ല. അവൻ്റെ കുഞ്ഞമ്മ പറയുന്നത് കേട്ട് എല്ലാം സഹിച്ച് അവൻ അവിടെ നിന്നു. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാമെന്നായപ്പോഴാണ് അവിടെ നിന്നും വിച്ചുവിനെ കൊണ്ട് ഇറങ്ങിയത്. അവന് ഇവിടെ വന്ന് നിൽക്കാമായിരുന്നു. അപ്പോഴും സെൽഫ് റെസ്പെക്റ്റ്. സ്വന്തമായി വീട് വാങ്ങി. മംഗലത്ത് വീട് നീ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ വീട് പോലെയല്ല, അത് ശരിക്കും ഒരു കൊട്ടാരമാണ്. അവിടെ നിന്നാണ് അച്ഛനെയും അമ്മയെയും ഓർമ്മ വരുമെന്ന് പറഞ്ഞാണ് അവൻ വേറെ വീട് വാങ്ങിയത്. ഒരു ഓടിട്ട 2 മുറികളും അടുക്കളയും ഹാളുമുള്ള കുഞ്ഞു വീട്. കല്യാണം കഴിച്ച് ബോധം മുതിച്ച ശേഷമാണ് ഇപ്പോഴുള്ള വീട്ടിലേക്ക് മാറിയത്. വിശ്വച്ചൻ്റെ ബിസിനസ് എല്ലാം ഒറ്റയ്ക്ക് നോക്കാൻ അവൻ്റെ കൊച്ചച്ഛന് നോക്കാൻ പറ്റില്ല എന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴാണ് അച്ഛൻ നോക്കാമെന്ന് പറഞ്ഞത്. അച്ഛനത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. മരിച്ചുപോയ സ്വന്തം കൂട്ടുകാരന് ഇത് മാത്രമേ അച്ഛന് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ആദ്യമായി അച്ഛൻ്റെ കമ്പനിയിൽ സിദ്ധു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി കയറിയ പ്രായമുണ്ടല്ലോ, 20 വയസ്സ്. ആ പ്രായത്തിൽ സിദ്ധു കമ്പനിക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ, പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛനോട് സംസാരിക്കും. പ്രായത്തിൽ കൂടുതൽ പക്വതയുണ്ട് അവന്. സാഹചര്യങ്ങൾ കൊണ്ട് അവൻ നേടിയെടുത്തതാണ്. നമ്മുടെ കല്യാണം ഗുരുവായൂരിൽ നടന്നപ്പോൾ അവനും വിച്ചുവും വരാത്തത് മെയിൻ കാരണം ചെക്കൻ ദൈവമായി ചെറിയ പിണക്കത്തിലാണ്. അവൻ്റെ അച്ഛനും അമ്മയും നേരത്തെ പോയതുകൊണ്ട്. ഞാനായി അതൊരിക്കലും തിരുത്താനും നിന്നില്ല. കാരണം അമ്മ പോയപ്പോഴുള്ള എൻ്റെ അവസ്ഥ അതെനിക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു സുപ്രഭാതത്തിൽ 2 പേരും പോയപ്പോഴുള്ള അവൻ്റെ അവസ്ഥയോ? സച്ചിമോളുടെ പ്രശ്നം പറഞ്ഞ് അവനെന്നെ വിളിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ് എല്ലാവരെയും CCTV വിഷ്വൽസ് കാണിക്കാൻ. പക്ഷേ അവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഒരു കൂട്ട് അവൻ ആഗ്രഹിക്കുന്നു എന്ന്. സച്ചി എന്നാൽ അവന് ജീവനാണ്.
അവൾക്ക് ഇപ്പോഴും കുട്ടിക്കളിയാണെങ്കിലും ആവശ്യത്തിലധികം മെച്യൂരിറ്റി അവനുള്ളത് കൊണ്ടാണ് ആ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. പിന്നീട് അവരെ കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും തീരുമാനം തെറ്റിയില്ലായിരുന്നു എന്ന്. എൻ്റെ പഴയ സിദ്ധുവിനെ എനിക്ക് സച്ചിയുടെ അടുത്ത് കാണാൻ പറ്റി. അവനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഞാൻ കാണാൻ ആഗ്രഹിച്ചതും ആ സന്തോഷമല്ലേ. സിദ്ധു എന്തിനാ കിച്ചുവേട്ടാ ഇങ്ങനെ കമ്പനി കാര്യത്തിൽ അവൻ്റെ പേര് എല്ലാവരും അവൻ്റെ കോഴ്സ് കഴിഞ്ഞ് അറിഞ്ഞാൽ മതി എന്ന് വാശി പിടിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും എനിക്കതാ മനസ്സിലാവാത്തത്. അതിന് കാരണം വേറൊന്നുമല്ലടി. അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ എല്ലാം ഏറ്റെടുത്താൽ ഉടനെ ചോദ്യം വരും, ഈ ചെറുക്കൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു, ഇവൻ്റെ കഴിവല്ല മറ്റാരോ പുറകിലുണ്ട് എന്നൊക്കെ. സിദ്ധു അങ്ങനെ കേൾക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ പേര് അതിൻ്റെ ഇടയിൽ വരാനും. സിദ്ധുവിനെ ഏട്ടന് ജീവനാണ് അല്ലേ? അതേലോ, സിദ്ധു എൻ്റെ എല്ലാമാണ്, എൻ്റെ കുഞ്ഞനിയനാണ്. ആ ഒരു അടുപ്പം എനിക്ക് വിച്ചുവായിട്ടില്ല കേട്ടോ. എന്തിനും അവൻ്റെ കൂടെ ഞാൻ കാണും എൻ്റെ മരണം വരെ. മരിക്കുന്നതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോൾ സാറൊന്ന് കിടക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ് എനിക്ക് അധ്വാനം തുടങ്ങേണ്ടതാണ്. എന്താ അധ്വാനം? പ്രത്യേകിച്ചെന്ത്, നിങ്ങളുടെ 2 ട്രോഫികളുടെ പുറകെയുള്ള ഓട്ടം. ഈ ഓട്ടം ഞാൻ ഒളിമ്പിക്സിൽ ഓടിയിരുന്നുവെങ്കിൽ സ്വർണം കിട്ടിയേനെ. ഇങ്ങനെയും ഉണ്ടോ കുസൃതി കുടുക്കുകൾ? നീയൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അച്ചോട്ടി? എന്ത്? മത്തം കുത്തിയാൽ ഒന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കി കിച്ചേട്ടാ. ഇതും പറഞ്ഞ് അച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോൾ കിച്ചു അവളെയും ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. നിനക്കറിയേണ്ടത് ഞാൻ അച്ഛനെയും അമ്മയെയും മിസ് ചെയ്യുന്നുണ്ടോ എന്നല്ലേ? അതെ. മിസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട്. പക്ഷേ എന്താ ഒരു പക്ഷേ? നീ എൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഒരമ്മയുടെ സ്നേഹവും കരുതലുമെല്ലാം ഞാൻ അറിയാൻ തുടങ്ങി പെണ്ണേ. കേൾക്കാൻ ആഗ്രഹിച്ചത് എന്തോ കേട്ടതും സച്ചു അവൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. ആ, ഭാര്യയെ പൊക്കി പറഞ്ഞാൽ കിസ്സൊക്കെ കിട്ടുമെങ്കിൽ ഞാനിത് സ്ഥിരമാക്കാൻ കേട്ടോ. ഒന്ന് പോകണ്ണേട്ടാ. രാത്രി പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? നാളെ പോയാൽ പോരെ ഭാര്യയെ? ഒരു ചിരിയോടെ സിദ്ധു ചോദിച്ചതും അവൾ അവനെ പിച്ചാനും മാന്താനുമൊക്കെ തുടങ്ങി. ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഒരു കൈ കൊണ്ട് സിദ്ധുകളുടെ 2 കൈയും ലോക്കാക്കി. എൻ്റെ പൊന്ന് സച്ചു, നീ വെറുതെ ബലം പിടിക്കാൻ നിൽക്കരുത്. ആദ്യത്തെ കാര്യം, എൻ്റെ ഒരു കൈ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വർക്കിങ്. അടുത്ത കാര്യം, എനിക്കെന്തെങ്കിലും ഡാമേജ് ഉണ്ടായാലും എന്നെ നോക്കേണ്ടത് നീയാണ്. അതുകൊണ്ട് വെറുതെ എന്തിനാ മോളെ സ്വന്തം കൈക്ക് തന്നെ പണി ചോദിച്ച് വാങ്ങുന്നത്? മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിക്കിടന്നാൽ ബാക്കി പറയാം. അല്ലെങ്കിൽ ആകെ ഒരു ഭാര്യയുള്ളൂ എന്ന് ഞാൻ നോക്കില്ല, ചവിട്ടി താഴെയിടും ഞാൻ. ഓ പിന്നെ, ചവിട്ടി താഴെയിടാൻ വന്നേക്കുന്നു. എൻ്റെ കൈ എന്താ മാങ്ങാ പറിക്കാൻ പോവോ? എന്നെ ചവിട്ടിയിട്ടാൽ തിരിച്ച് ഏട്ടനെ ചവിട്ടി താഴെയിടാൻ ആഗ്രഹമുണ്ടെങ്കിലും ആരോഗ്യമില്ലാത്തത് കൊണ്ട് നാളെ 3 നേരം കഞ്ഞി തന്ന് പ്രതിഷേധിക്കും ഞാൻ. എന്താ കാണണോ? വേണ്ട, നിർബന്ധിക്കരുത് പ്ലീസ്. അങ്ങനെ വഴിക്ക് വന്നാൽ ഏട്ടനെ കൊള്ളാം. ഇനി ബാക്കി പറ. ഐ ആം വെയിറ്റിംഗ്. ഇനി കുറച്ച് ദിവസം കോളേജിൽ പോകേണ്ടല്ലോ. അതെന്താ കോളേജിൽ പോയാൽ? വെറുതെ വാശി കാണിക്കാൻ നിൽക്കാതെ രാവിലെ കോളേജിൽ പോകണം സച്ചു. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അർജുനെ വിളിച്ചോളാം. എന്താ, അർജുനെയാണോ നിങ്ങൾ താലി കെട്ടിയത്? എനിക്കൊരു കാര്യം ചെയ്യ്, നാളെ മുതൽ രാത്രി ഇവിടെ കിടക്കാൻ കൂടി അർജുനെ കൂടി വിളിക്ക്. ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാം. എവിടെയായാലും ഉറങ്ങിയാൽ പോരെ? അർജു ആണല്ലോ ഏട്ടൻ്റെ ഭാര്യ. അവസാനം പറഞ്ഞ വാചകത്തിൽ നിന്നും മനസ്സിലായി സ്വന്തം കഞ്ഞിയിൽ താനായി തന്നെ പാറ്റിയിട്ടു എന്ന്. സച്ചു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ വെറുതെ ഫസ്റ്റ് ഇയർ ആയിട്ട് ക്ലാസ് കളയണ്ട. പിന്നെ അത് മേക്കപ്പ് ചെയ്യാൻ പാടായിരിക്കും. ഇതിപ്പോൾ നീ രാവിലെ എനിക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തിട്ട് പോയാൽ ഞാൻ വൈകിട്ട് വരെ ഇവിടെ കിടക്കില്ലേ? അത്രേ ഉദ്ദേശിച്ചുള്ളൂ. കണ്ണേട്ടന് തോന്നുന്നുണ്ടോ അങ്ങനെ പോയാൽ എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന്? എനിക്കവിടെ സമാധാനം കിട്ടുമെന്ന്? സച്ചു ചോദിച്ചതും സിദ്ധു സൈലൻ്റായി. പറ്റില്ല എന്നറിയാം അല്ലേ? ഇനി കോളേജിൽ പോയാൽ അവിടെയുള്ള ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്നത് ഏട്ടന് കഴിച്ചോ കുടിച്ചോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തു ചെയ്യും, ഇനി ഒറ്റയ്ക്ക് എങ്ങനെ ബാത്റൂമിൽ പോകും, സമയത്തിന് മരുന്ന് കഴിച്ച് കാണോ, ഇതൊക്കെയായിരിക്കും. ചുരുക്കി പറഞ്ഞ ക്ലാസ്സിൽ എന്താ നടക്കുന്നത് എന്ന് പോലും ഞാൻ ചിലപ്പോൾ അറിയില്ല. ഞാൻ തമാശ പറയുന്നതല്ല ഏട്ടാ, കുട്ടിക്കളിയുമല്ല. ഏട്ടൻ ഇങ്ങനെ കിടക്കുമ്പോൾ കോളേജിൽ പോകാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. വെറുതെ വാശി കാണിക്കല്ലേ. പിന്നെ ക്ലാസ് ആണെങ്കിൽ വൈകിട്ട് പോകുമല്ലോ.
അവൻ പറഞ്ഞു തരും എനിക്ക്. ബാക്കിയുള്ള സംശയങ്ങളൊക്കെ കണ്ണേട്ടൻ തന്നെ പറഞ്ഞു തന്നാൽ മതി. നല്ല കണ്ണേട്ടനല്ലേ, സച്ചുവിൻ്റെ ചക്കരയല്ലേ, പ്ലീസ് പ്ലീസ്. തൻ്റെ കുറ്റിത്താടിയിൽ തലോടി സാക്ഷി പറഞ്ഞതും അറിയാതെ തന്നെ കണ്ണൻ സമ്മതിച്ചു. സച്ചു, ഞാൻ പറഞ്ഞില്ലേ അമ്മയെ മിസ് ചെയ്യാത്തതിൻ്റെ കാരണം നീയാണെന്ന്. അത് ഇതൊക്കെ കൊണ്ടാണ് പെണ്ണെ. വിശ്വാസം വരാത്തതുപോലെ അവൾ ചോദിച്ചപ്പോൾ അവൻ രണ്ട് കണ്ണും അടച്ചു കാണിച്ചു. ഒരമ്മയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലവ്, കെയർ ഒക്കെയല്ലേ. പനിച്ചു കിടക്കുമ്പോഴുള്ള അമ്മയുടെ ഒരു തലോടൽ, ഒരു നിമിഷം വീട്ടിൽ വരാൻ വൈകിയാൽ ആദ്യയോടെയുള്ള ഒരു ഫോൺ കോൾ, രാത്രി വൈകിയിരുന്ന് പഠിക്കുമ്പോഴുള്ള കാപ്പി, ഒരുപാട് സങ്കടം വരുമ്പോൾ ചായാനൊരു നെഞ്ച്. ഇന്ന് ഇതെല്ലാം എനിക്ക് നീയല്ലേ സച്ചു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എനിക്ക് കിട്ടാതെ പോയൊരു അമ്മയുടെ സ്നേഹം, കരുതൽ എല്ലാം നിന്നിൽ നിന്നാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. നിനക്ക് ചില സമയം കുട്ടികളുടെ സ്വഭാവമാണ്, തൊട്ടാവാടിയാണ്. പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ നീ എൻ്റെ ഭാഗ്യമാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ ഒരുപാട് ഉത്തരവാദിത്തം നിനക്കുണ്ട്. പിന്നെ ബോൾഡാകേണ്ട സമയം നീ അതായിക്കോളും, അതെനിക്ക് ഉറപ്പാണ്. അതൊക്കെ കൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഞാൻ അമ്മയെ മിസ് ചെയ്യുന്നത് കുറഞ്ഞു. പക്ഷേ അമ്മ എപ്പോഴും അമ്മ തന്നെയല്ലേ. അച്ഛൻ, പണ്ടും ഇന്നും അച്ഛനാണ് എൻ്റെ ഹീറോ. അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത പ്രായത്തിൽ തന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് അതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മരണം വരെ അവരുടെ രാജകുമാരന്മാരായിരുന്നു ഞങ്ങൾ. ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു. പക്ഷേ പിന്നെയെല്ലാം ശീലമായി. അനുഭവം കൊണ്ട് പറയുക, ലോകത്ത് അച്ഛനും അമ്മയ്ക്കും പകരം മറ്റാരുമാകില്ല. അവർക്ക് പകരം അവർ മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോഴേക്കും സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ പോലും പ്രതീക്ഷിക്കാതെയാണ് സച്ചു സിദ്ധുവിൻ്റെ രണ്ട് കണ്ണിലും ചുംബിച്ചത്. കഴിഞ്ഞത് കഴിഞ്ഞു. മരിച്ചുപോയവർ തിരിച്ചു വരില്ല. ഇനി അതിൻ്റെ പേര് പറഞ്ഞ് ഈ കണ്ണുകൾ നിറയല്ലേ. അതെനിക്ക് സഹിക്കില്ല, പ്ലീസ്. പിന്നെ സമയം ഒരുപാടായില്ലേ. ബാക്കി സെൻറ്റി നമുക്ക് നാളെ. ഇപ്പോൾ ഉറങ്ങാം, വാ. എന്തിനാ ദച്ചുവേട്ടാ കാണണമെന്ന് പറഞ്ഞത്? വൈകിട്ട് ദീക്ഷിതിൻ്റെ കൂടെ ബീച്ചിലിരിക്കുമ്പോൾ അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് ആരുവിന് പേടി തോന്നി. എന്തിനാടി നിന്റെ ചേട്ടൻ ഇങ്ങനെ എൻ്റെ പെങ്ങളെ ഉപദ്രവിക്കുന്നത്? ശരിക്കും അവൻ്റെ പ്രശ്നം എന്താ? അവളുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ അവൻ സഹിക്കോ? എന്തിനാ ആരു ആ പാവത്തിനെ എങ്ങനെ? അവളുടെ താലി പൊട്ടിക്കാൻ അവൻ എന്താ ഇത്ര ആവേശം? വെറും ബിസിനസ് അല്ലാതെ ഇനി അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ അവൻ്റെ മനസ്സിൽ? എന്തായാലും നീ അവനോടൊന്ന് പറ. ഇനിയും എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ നിന്നാൽ ഇനിയും ക്ഷമിക്കില്ല ഞാൻ. ഇത് പറയാൻ പോലും അവൻ്റെ മുന്നിൽ ചെല്ലാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. അത് പറയാനാണ് നിന്നെ വിളിച്ചത്. ഞാൻ പോകുക. ഇതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് ആരും അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. ഏട്ടൻ്റെ ഉള്ളിലിപ്പോൾ പേടിയുണ്ടോ? ഞാനും എൻ്റെ ചേട്ടനെ പോലെ ആയിരിക്കുമെന്ന്, സച്ചിയെ വേദനിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണോ ഇങ്ങനെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നത്? ആണെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് എന്ന് പറയാറില്ലേ, അങ്ങനെ ഞാൻ ഇതിനെയും കണ്ടോളാം. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാനായി ദച്ചുവേട്ടൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, അബദ്ധവും കാണിക്കില്ല, പേടിക്കണ്ട. അത്രമാത്രം പറഞ്ഞ് അവൻ്റെ കൈവിട്ട് ദൂരെ കടലിലേക്ക് നോക്കിയിരുന്നു അവൾ. ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നീട് കൂടുതൽ സംസാരത്തിന് താല്പര്യമില്ലാത്തതുപോലെ ദീക്ഷിത് കാർ ലക്ഷ്യമാക്കി നടന്നു. കാറിലിരുന്നപ്പോൾ മുഴുവൻ ദീക്ഷിതിൻ്റെ ചിന്ത ആരുവിൻ്റെ വാക്കുകളിലായിരുന്നു. അനിയത്തിയെ പോലെ തന്നെയല്ലേ സ്നേഹിക്കുന്ന പെണ്ണും. പക്ഷേ പലപ്പോഴും ആയുഷ് കുഞ്ഞിയോട് ചെയ്യുന്നത് ഓർക്കുമ്പോൾ ആരുവിനോട് പഴയതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്നൊരു വാക്കുപോലും പറയാതെ തൻ്റെ മനസ്സ് അവൾ അറിഞ്ഞു. നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടായിട്ടും അവൾ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് ദീക്ഷിത് കാറെടുത്തില്ല. ശക്തമായി മഴ തുടങ്ങിയിട്ടും ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ ആരും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവനെന്തോ പേടി തോന്നി. അടുത്ത് ചെന്നിട്ടും ആരും ഒന്നും അറിയാതെ കടലിലേക്ക് നോക്കി തന്നെ ഇരുന്നു. ആരു, നീ എന്തിനാ ഇങ്ങനെ മഴയത്തിരിക്കുന്നത്? ഹോസ്റ്റലിൽ പോകാൻ നോക്ക്, സമയം ഒരുപാടായി. ദച്ചുവേട്ടന് ഒരു കാര്യം അറിയോ? എന്ത്? ഒരിക്കൽ ചാർലി ചാപ്ലിൻ മഴയെക്കുറിച്ച് പറഞ്ഞതാണ്. എനിക്ക് മഴയിൽ നടക്കാനാണിഷ്ടം. കാരണം ഞാൻ കരയുന്നത് ആരും അപ്പോൾ അറിയില്ല. ഇപ്പോൾ എൻ്റെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. കുറച്ചു നേരം കൂടി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഹോസ്റ്റലിലേക്ക് പൊക്കോളാം. ഏട്ടൻ പേടിക്കണ്ട. ആരോ ഞാൻ വേണ്ട ദച്ചുവേട്ടാ. ഒരിക്കൽ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലാത്തതാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഏട്ടനൊരു കാര്യം ഓർക്കണം.
ഞാനും ഒരു അനിയത്തിയാണ്. ഏട്ടൻ സച്ചിയെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ ഏട്ടനും. അമ്മ എന്നാൽ എനിക്ക് ജീവനായിരുന്നു. ആ അമ്മ പറഞ്ഞ വാക്ക് മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ വിശ്വസിച്ചു. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് നിങ്ങളോട് എല്ലാവരോടും 1000 പ്രാവശ്യം ഞാൻ മാപ്പ് പറഞ്ഞു. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് മാറി. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഏട്ടാ. ഞാനും സച്ചിയെ പോലെ തന്നെ ഒരു പെണ്ണാണ്. അവൾക്ക് വിഷമം വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ സിദ്ധുവേട്ടനുണ്ട്. അനിയത്തിയെ സ്വന്തം മോളെ പോലെ കാണുന്ന നിങ്ങളുണ്ട്, വിച്ചുണ്ട്. എങ്കിലെനിക്കോ ആരോടും ഒന്നും പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് ഞാൻ. എൻ്റെ ഏട്ടൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്കൊരിക്കലും തള്ളിക്കളയാനാകില്ല. ഇന്ന് അതിൻ്റെ പേരിലല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഉള്ളിൻ്റെ ഉള്ളിൽ സംശയമല്ലേ ഞാനും ഒരിക്കൽ ചതിക്കുമെന്ന്. ഞാനായി ഒന്നും തിരുത്താൻ വരുന്നില്ല ഏട്ടാ. പുറകിലും വരില്ല. പേടിക്കണ്ട, വീട്ടിൽ പൊക്കോ. ഞാൻ വിളിച്ച നീ ഈ നിമിഷം എൻ്റെ കൂടെ വരുവാ. പെട്ടെന്നുള്ള ദീക്ഷിതിൻ്റെ ചോദ്യം കേട്ടതും ആരും ഒന്ന് ചിരിച്ചു. ഒരിക്കലും വരില്ല ദച്ചുവേട്ടാ. അപ്പുവേട്ടൻ്റെ സ്വപ്നമാണ് എൻ്റെ കല്യാണം. ഓർമ്മ വെച്ച നാൾ മുതൽ പറയാറുണ്ട് അത്. എന്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ ചേട്ടൻ്റെ തല ഞാൻ കാരണം കുനിയരുത് എന്ന് എൻ്റെ അച്ഛൻ കൈപിടിച്ച് തരുന്നു. ആ ദിവസം മാത്രം ഞാൻ ഏട്ടൻ്റെ കൂടെ വരൂ. അഹങ്കാരമെന്ന് തോന്നാം, പക്ഷേ ആത്മാഭിമാനമുള്ള പെണ്ണാണ് ഞാൻ. സോറി ദച്ചുവേട്ടാ. അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ. മറ്റൊരാളുടെ മുന്നിൽ ഞാൻ തല കുനിക്കില്ല. എൻ്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശി ദീക്ഷിത് ചന്ദ്രദാസ് മാത്രമായിരിക്കും. നിങ്ങൾക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതിവിടെ വെച്ച് നിർത്താം. ഒരു ദാമ്പത്യത്തിൽ ആദ്യം വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അതില്ല എങ്കിൽ പിന്നെ ആ ബന്ധം തുടരുന്നത് കൊണ്ട് അർത്ഥമില്ല. രാവിലെ കോളേജിൽ പോയി വന്ന വിശേഷമൊന്നും വിടാതെ സിദ്ധുവിനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് വിച്ചു. കൂടെ സച്ചിയുമുണ്ട്. പെട്ടെന്നാണ് സിദ്ധു അത് ചോദിച്ചത്. ഇന്നലെ ആയുഷ് സാറിൻ്റെ വീട്ടിൽ പോയോ വിച്ചു?